1944 ഫെബ്രുവരി 4 ഈശോ പറയുന്നു, യോഹന്നാൻ എന്നെ തിരിച്ചറിയാൻ അടയാളം ആവശ്യമില്ലായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ പൗത്രീകരിക്കപ്പെട്ട അവൻ്റെ ആത്മാവിന് അഗാധമായ ആത്മീയ ജ്ഞാനമുണ്ടായിരുന്നു. ആദം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഈ ജ്ഞാനം ഉണ്ടാകുമായിരുന്നു. നന്മയിലും നിഷ്കളങ്കതയിലും സൃഷ്ടാവിനോടുള്ള വിശ്വസ്തതയിലും മനുഷ്യർ തുടർന്നിരുന്നെങ്കിൽ ദൈവത്തെ നേരിൽ കാണാൻ അവന് കഴിയുമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിഷ്കളങ്കനായ മനുഷ്യനോട് ദൈവം അനൗപചാരികമായ ശൈലിയിൽ സംസാരിച്ചിരുന്നുവെന്ന് കാണാം. ദൈവത്തിൻ്റെ സ്വരം കേട്ട് മനുഷ്യൻ ഭയപ്പെട്ടിരുന്നില്ല. ആ സ്വരം തിരിച്ചറിയാൻ അവന് പ്രയാസമില്ലായിരുന്നു. മനുഷ്യൻ്റെ വിധിക്കപ്പെട്ട അന്ത്യം അതായിരുന്നു. അച്ഛനെ മകൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്ങനെയോ അങ്ങനെ ദൈവത്തെ കാണുക, മനസ്സിലാക്കുക. അപ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്തത്. അതിനുശേഷം ദൈവത്തിൻ്റെ മുഖത്തു നോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. ദൈവത്തെ കാണാനും മനസ്സിലാക്കാനും അവന് കഴിവില്ലാതായി. ഇപ്പോൾ അതിനുള്ള കഴിവ് നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്മ നിറഞ്ഞവളായ മേരി സ്നേഹപൂർവ്വം അവളുടെ ബന്ധുവായ എലിസബത്തിനെ ആലിംഗനം ചെയ്തപ്പോൾ പാപക്കറകളിൽ നിന്ന് എൻ്റെ ബന്ധുവായ യോഹന്നാൻ വിമുക്തനായി. വന്ധ്യയെന്ന് എല്ലാവരും കരുതിയിരുന്ന എലിസബത്ത് ഗർഭം ധരിച്ചുണ്ടായതാണ് അവൻ. ഉദരത്തിൽ സന്തോഷം കൊണ്ട് ശിശു തുള്ളിച്ചാടി. വ്രണം ഉണങ്ങുമ്പോൾ പൊറ്റ പൊളിഞ്ഞു പോകുന്നത് പോലെ, പാപക്കറ പൊഴിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. മേരിയെ രക്ഷകൻ്റെ അമ്മയാക്കിയ പരിശുദ്ധാരൂപി. ജനിക്കാൻ പോകുന്ന ആ ശിശുവിൽ മനുഷ്യനായി അവതരിക്കുന്ന രക്ഷകൻ്റെ കൂടാരമായിരുന്ന മറിയത്തിലൂടെ രക്ഷാകര കർമ്മം തുടങ്ങിവെച്ചു. എനിക്കും ആ ശിശുവിനുമിടക്ക് രക്തബന്ധം എന്നതിനേക്കാൾ ഗാഢമായ ബന്ധം നിലനിന്നിരുന്നു. ഞങ്ങളുടെ ദൗത്യമാണ് ഞങ്ങളെ ഒന്നാക്കുന്നത്. വാക്കുകൾ ഉച്ചരിക്കുന്ന ചുണ്ടുകളോട് വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ യോഹന്നാൻ ചുണ്ടുകളും ഞാൻ വാക്കും. സുവിശേഷ പ്രഘോഷണത്തിൽ യോഹന്നാൻ എൻ്റെ മുന്നോടിയായിരുന്നു. അതുപോലെ തന്നെ രക്തസാക്ഷിത്വം വരിക്കുന്നതിലും. എൻ്റെ ദൈവികമായ പരിപൂർണതയിൽ യോഹന്നാൻ തുടങ്ങിവെച്ച സുവിശേഷവും ദൈവത്തിൻ്റെ നിയമം സംരക്ഷിക്കാൻ വേണ്ടി അവൻ അനുഭവിച്ച രക്തസാക്ഷിത്വവും ഞാൻ പൂർത്തീകരിച്ചു. യോഹന്നാന് അടയാളം ആവശ്യമില്ലായിരുന്നു. അന്ധകാരത്തിൽ ആണ്ടുപോയ മറ്റുള്ളവർക്ക് ഒരടയാളം ആവശ്യമായിരുന്നു. വിവരമില്ലാത്തവരും പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരുമായ ആളുകൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതും ചെവി കൊണ്ട് കേൾക്കാവുന്നതുമായ തെളിവ് ലഭിച്ചില്ലെങ്കിൽ, അനിഷേധ്യമായ തെളിവില്ലെങ്കിൽ താൻ പറയുന്നത് സത്യമാണെന്ന് യോഹന്നാൻ അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും? ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കുമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് കർത്താവിൻ്റെ അനന്തജ്ഞാനം തിരഞ്ഞെടുത്ത സമയവും മാർഗവും അതായിരുന്നു. മരുഭൂമിയിൽ ഗുഹയിൽ നിന്ന് യോഹന്നാനെയും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെയും യോർദാൻ നദീതടത്തിലേക്ക് നയിച്ച ദൈവം ആ സമയം ഞങ്ങളെ ഒന്നിപ്പിച്ചു. എൻ്റെ തലയ്ക്ക് മീതെ ആകാശം തുറക്കപ്പെട്ടു. കർത്താവിൻ്റെ അരൂപി ദിവ്യമായ ഒരു പ്രാവിൻ്റെ ആകൃതിയിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് എൻ്റെ തലക്ക് മുകളിൽ നിന്നു. ആ അരൂപിയിൽ പിൽക്കാലത്ത് ജനങ്ങൾ സ്നാനം സ്വീകരിക്കും. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇതാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മാലാഖമാരുടേതിനേക്കാൾ ശക്തമായ സ്വരമായിരുന്നു അത്, എൻ്റെ പിതാവിൻ്റെ സ്വരം. ഇനി എന്നെ പിന്തുടരുന്നതിന് മനുഷ്യർക്ക് ആശങ്ക വേണ്ട. പിന്തുടരാതിരിക്കുന്നതിന് ഒഴിവു പറയാനും സാധ്യമല്ല. ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭങ്ങൾ പലതുണ്ട്. ക്രിസ്തു പിറന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ 3 രാജാക്കന്മാർക്കാണ് ആദ്യമായി ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. രണ്ടാമത് ദേവാലയത്തിൽ വെച്ച്, മൂന്നാമത് യോർദാൻ നദീതടത്തിൽ. പിന്നീട് അനവധി വെളിപ്പെടുത്തലുകൾ നടന്നു. ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം എൻ്റെ ദൈവസ്വഭാവത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും വരെയുള്ള അത്ഭുതങ്ങൾ അത്രയും. ഞാൻ പിറന്ന നാട്ടിൽ ഇത്തരം വെളിപ്പെടുത്തൽ ഏറെയുണ്ടായി. 4 വശത്തേക്കും വാരി വിതറിയ വിത്തുകൾ പോലെ. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാത്തരം ആളുകളുടെ ഇടയിലും അത്ഭുതങ്ങൾ നടന്നു. ആട്ടിടയന്മാരും പ്രമാണിമാരും പണ്ഡിതന്മാരും യുക്തിവാദികളും പാപികളും പട്ടക്കാരും ഭരണാധികാരികളും കുട്ടികളും പട്ടാളക്കാരും യഹൂദന്മാരും പുറംജാതിക്കാരും എൻ്റെ അത്ഭുതങ്ങൾ കണ്ടു. അവർക്ക് ക്രിസ്തു വെളിപ്പെടുത്തപ്പെട്ടു. അത്ഭുതങ്ങൾ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു.
പണ്ടെന്ന പോലെ ഇന്നും ലോകം അത് അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ അത്ഭുതങ്ങൾ നിരാകരിക്കുകയും പണ്ടത്തേതെല്ലാം മറക്കുകയും ചെയ്യുന്നു. എങ്കിലും ഞാൻ ആശ ഉപേക്ഷിക്കുന്നില്ല. നിന്നെ രക്ഷിക്കാനും നിനക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാക്കാനും ഞാൻ അത്ഭുതങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. മേരി, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? സുവിശേഷം ദർശനമായി നിന്നെ കാണിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കുറെ കൂടി ശക്തമായൊരു ശ്രമം നടത്തുകയാണ്. തീഷ്ണതയേറിയ നിന്റെ പ്രാർത്ഥനകളിൽ നീ ഈ ദർശനങ്ങൾക്കായി ദാഹിച്ചു. ഞാൻ മേലിൽ വാക്കുകൾ കൊണ്ട് മാത്രം തൃപ്തനാകില്ല. വാക്കുകൾ മനുഷ്യരെ മടുപ്പിക്കുന്നു, അവരിൽ വിരസത ഉണ്ടാക്കുന്നു. ഇത് സംഭവിക്കരുതാത്തതാണ്, പക്ഷേ സംഭവിക്കുന്നു. ഇനി ഞാൻ ദർശനങ്ങളെ ആശ്രയിക്കും. സുവിശേഷ സംബന്ധമായ ദർശനങ്ങളുമുണ്ടാകും. അവ കൂടുതൽ ആകർഷണീയമാക്കുന്നതിനും വ്യക്തമാക്കുന്നതിനും ഞാൻ വിശദീകരണം നൽകും. ആ ദർശനങ്ങൾ കണ്ട് സമാശ്വസിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. എന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ എല്ലാവർക്കും തരുന്നു. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ വിവരമില്ലാത്ത കുട്ടികളെപ്പോലെ തങ്ങൾക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ വില അറിയാതെ അത് ദൂരെ എറിയുകയാണെങ്കിൽ അവർക്ക് ബാക്കിയുണ്ടാവുക എൻ്റെ അപ്രീതിയായിരിക്കും. അപ്പോഴും എൻ്റെ ദാനം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. എൻ്റെ പഴയ പരാതി ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ അവസരമുണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കിന്നരം വായിച്ചു, എന്നാൽ നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ ശോകഗാനം ആലപിച്ചു, എന്നാൽ നിങ്ങൾ കണ്ണീർ പൊഴിച്ചില്ല. സാരമില്ല, മാനസാന്തരം വേണ്ട എന്ന് വാശി പിടിക്കുന്നവർ തലയിൽ കത്തുന്ന കനലുകൾ സ്വയം വാരിക്കൂട്ടിക്കൊള്ളട്ടെ. ഇടയനെ പരിചയപ്പെടാൻ താല്പര്യമുള്ള കുഞ്ഞാടുകളിൽ നമുക്ക് ശ്രദ്ധ പതിക്കാം. ഇടയൻ ഞാനാണ്. അവരെ എൻ്റെ അടുത്തേക്ക് നയിക്കുന്ന ദണ്ട് നീയാകുന്നു. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ്. അവ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എങ്കിലും നീ ആവശ്യപ്പെട്ടതുകൊണ്ട് അവയെല്ലാം ഞാൻ കുറിച്ചു വയ്ക്കുകയാണ്. ഇന്ന് കൊച്ചു പുസ്തകം വായിച്ചപ്പോൾ ഞാനൊരു വാക്യം കണ്ടു. നിനക്ക് വഴി ചൂണ്ടിയാകാം ആ വാക്യം. എൻ്റെ വിവരണങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പ്രയാസമാണ് എന്ന് നീ ഇന്നു രാവിലെ എന്നോട് പറഞ്ഞു. എൻ്റെ ശൈലിയാണത്രേ ഇതിന് തടസ്സം. എനിക്ക് പ്രശസ്തി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. പക്ഷേ പുസ്തകത്തിലെ അവസാന വാക്യത്തിൽ ഗുരുനാഥൻ പറയുന്നതിന് എതിരല്ലേ ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത്? നീ കാണുന്നത് എത്ര വ്യക്തമായും ശ്രദ്ധാപൂർവവും നീ വിവരിക്കുന്നുവോ അത്രക്കും അധികമായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ എണ്ണം. വിവരണം മറ്റുള്ളവർ അറിയണമെന്നാണല്ലോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ വിവരണം കൊണ്ട് എങ്ങനെയാണ് ഏറെ ആളുകൾ ഈശോയുടെ അടുത്തെത്തുക? ഈ കാര്യം നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നു മാത്രം. ഇനി യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഞാൻ നിസ്സംഗയാണ്. മാനുഷികമായ രീതിയിൽ നോക്കിയാൽ നിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നുകൂടി പറയണം. എന്നാൽ ഇത് മാനുഷികമായ കാര്യമല്ല. മനുഷ്യനിവിടെ ഏറ്റുപറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവൻ്റെ അഭിപ്രായം അപ്രസക്തമാണ്. ഇന്നത്തെ വെളിപാടിൽ ഈശോ പറയുന്നു, നിനക്ക് സുവിശേഷത്തിൻ്റെ ദർശനം നൽകുന്നത് വഴി മനുഷ്യരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ കൂടുതൽ ശക്തമായ ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇനി ഞാൻ വാക്കുകൾ കൊണ്ട് മാത്രം തൃപ്തനാകില്ല. ഇനി ഞാൻ ദർശനങ്ങൾ പ്രയോജനപ്പെടുത്തും. അവ കൂടുതൽ വ്യക്തവും ആകർഷണീയമാകുന്നതിന് ആ ദർശനങ്ങളെ ഞാൻ വിശദീകരിക്കും. ഞാൻ ആരും അറിയാത്തൊരു സാധുവാണ്. ഒതുങ്ങിക്കഴിയാനാണ് എൻ്റെ ആഗ്രഹം. നിന്റെ അഭിപ്രായം എന്നെ അസ്വസ്ഥയാക്കുന്നു. അസൂയാലുവായ പിശാച് ഈ തക്കം നോക്കി മുതലെടുക്കുന്നു. ഞാൻ കാണുന്ന ദർശനങ്ങൾ ഇനി വിവരിക്കേണ്ട, കേൾക്കുന്നത് എഴുതിയെടുത്താൽ മതി എന്നുകൂടി എനിക്ക് തോന്നി. അത്രക്ക് അസ്വസ്ഥമായിരുന്നു എൻ്റെ മനസ്സ്. പിശാച് എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, ദർശനങ്ങൾ നീ കണ്ടുകൊള്ളൂ. നിന്റെ ഈ വിചിത്രമായ ദർശനങ്ങൾ ആർക്കും ഒരു പ്രയോജനവും ചെയ്യില്ല. നിനക്ക് ഭ്രാന്താണ് എന്നെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ മാത്രം അത് ഉപകരിക്കും. സത്യത്തിൽ നിനക്ക് ഭ്രാന്താണ്. നീ എന്താണ് കാണുന്നത്? അസ്വസ്ഥമായ നിന്റെ മനസ്സിൻ്റെ സൃഷ്ടികൾ മാത്രമാണവ. സ്വർഗം നേരിട്ട് കാണാനുള്ള അർഹത അത്ര വേഗം നേടാവുന്നതല്ല. അവൻ്റെ പ്രലോഭനങ്ങൾ എന്നെ ഇന്നു മുഴുവൻ പീഡിപ്പിച്ചു, മനസ്സിനെ കരണ്ടു തിന്നു.
എനിക്ക് അനുഭവപ്പെടുന്ന ശാരീരികമായ തീവ്രവേദന മനസ്സിൻ്റെ നീറ്റലിനേക്കാൾ ഇനിയും മാറിയിട്ടില്ലാത്ത ഈ മനോവേദനയേക്കാൾ ലഘുവാണെന്ന് ഉറപ്പിച്ചു പറയാം. എന്നെ ഭ്രാന്തു പിടിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഈ വെള്ളിയാഴ്ച എനിക്ക് ആത്മീയ പരീക്ഷണങ്ങളുടെ വെള്ളിയാഴ്ചയാണ്. മരുഭൂമിയിലെ ഈശോയെയും ഗെത്സെമനിലെ ഈശോയെയും പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എൻ്റെ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. സൂത്രക്കാരനായ ചെകുത്താന് ചിരിക്കാൻ ഞാൻ വക നൽകില്ല. എൻ്റെ ആത്മീയ ബലഹീനതയ്ക്കും അവൻ്റെ പ്രലോഭനങ്ങൾക്കുമെതിരെ പൊരുതിക്കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. ഞാനിപ്പോൾ സന്തുഷ്ടയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോ ഇനി എനിക്ക് ദർശനങ്ങൾ തരാതിരുന്നാലും ഞാൻ തികച്ചും സന്തോഷവതിയായിരിക്കും. ആ ദർശനങ്ങൾ എനിക്കും ആഴമേറിയ ആനന്ദം നൽകുന്നവയാണെങ്കിലും അവ കൂടാതെ എനിക്ക് ജീവിക്കാം. ഈശോ എന്നെ തുടർന്നും സ്നേഹിച്ചാൽ മതി. എന്നോട് കരുണ കാണിച്ചാൽ മതി.